അപ്പോൾ ഫ്രണ്ട്സ് വല്യമ്മ വരുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലേക്ക് പോയതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം വരുന്നുണ്ട്, നമുക്ക് ആളെ ഇതാക്കാം. ഞങ്ങൾ കിട്ടുന്നത് ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പറഞ്ഞാൽ നമ്മളെ ഫാമിലി ടൂറിൻ്റെ ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡാണ് എടുക്കാൻ പോണേ. അപ്പോൾ നമ്മളിന്ന് വിനാട്ടൻ്റെ ഫാമിലി, അതായത് കാവനൂർ ഫാമിലി, നമ്മൾ കീഴ്ശ്ശേരി ഫാമിലിയൊക്കെ എടുത്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ നേരെ ആദ്യം തന്നെ നമ്മൾ എവിടേക്കാണ് പോകണേ അറിയോ? അമ്മേൻ്റെ അടുത്തേക്ക്. അമ്മേനെ അറിയാലോ, ഒരുവിധം വീഡിയോയിലൊക്കെ അമ്മ ഉണ്ട്, ഫുഡ് വീഡിയോയിലൊക്കെ. അപ്പോൾ നേരെ നമ്മൾ അമ്മേൻ്റെ അടുത്തേക്കാണ് പോണേ. അവിടെ നിന്ന് അങ്ങോട്ട് മറ്റുള്ള ഫാമിലിക്കൊക്കെ നമ്മൾ പോകുന്നതായിരിക്കും. അമ്മോയ് എന്താ പണിയേ? എന്ത് തൈലോ? എന്താ? അയ്യോ. അപ്പം അമ്മ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അമ്മേ, നമ്മളെല്ലാ വീഡിയോയ്ക്ക് കുറേ വീഡിയോയ്ക്ക് അമ്മ നമ്മളെ കൂടെ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് സഹായിച്ചിട്ടുള്ള ആളാണ് നമ്മളമ്മ. അപ്പോൾ അമ്മയ്ക്ക് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അമ്മയ്ക്ക് വേറെ ഒരു മധുരം മാത്രം കൊടുത്താൽ ശരിയാവോ? ഇല്ലല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ഞാനിത് ആരും ഗിഫ്റ്റ് എടുക്കാൻ വേണം. അപ്പോൾ ഇങ്ങോട്ട് വരി, ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കുക, അപ്പോൾ വ്യൂവേഴ്സും കണ്ടോളൂ ആ ഒരു സമയത്ത്. അപ്പം എന്താ എൻ്റെ വക തുറന്നോക്കി. അത് കണ്ടാൽ തന്നെ അറിയാലോ അല്ലേ എങ്ങനെയാവുമ്പോൾ. ബ്ലൗസ് തുണി ഉണ്ടാവുമല്ലോ. ആ, ബ്ലൗസ് തുണി ഇതിലുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് സാരി? ഇഷ്ടപ്പെട്ടോ? ഓ, ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെയാണ്, എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഫ്രണ്ട്സ്? ഞാൻ വാങ്ങിയ എൻ്റെ സെലക്ഷൻ അടിപൊളിയല്ലേ? രസല്ലേ? ആ അമ്മ, അതെ, അടുത്ത വീഡിയോയ്ക്ക് അമ്മ ഈ ഒരു സാരി ഇട്ടിട്ടായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളെല്ലാവരും കൂടി ചെറിയച്ഛൻ്റെ വീട്ടിൽ പോവാണ്, അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ. അവിടെ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്താന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് എല്ലാവർക്കും പോകാമല്ലോ, എന്നാ പോകല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചെറിയച്ഛൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടൊരു സംഭവം നടക്കുന്നുണ്ട്. ചെറിയച്ഛൻ്റെ മോൻ ലാലു, നമ്മളെ ചേനപ്പൊരിയൊക്കെ ടേസ്റ്റ് ചെയ്തില്ലേ, ലാലു ഇന്ന് ഗൾഫ് പോവുകയാണേ. അപ്പോൾ ലാലു ഇതാ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാലുവിനെ വിളിക്കാം. ലാൽ ഇറങ്ങിയോ? ഇറങ്ങിയില്ലേ? അതെ, ഞങ്ങൾ ഇപ്പോൾ പിന്നെ മഴ ഇപ്പോൾ ഒന്നും ഇങ്ങനെ വീഡിയോ എടുക്കാൻ കുറച്ച് വൈകിപ്പോയതാ കേട്ടോ. പിന്നെ എൻ്റെ ഈ ഇറങ്ങണ രംഗം കിട്ടണം എന്നുള്ള എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് നമ്മളെ വീഡിയോയ്ക്ക് ഒരുപാട് സഹായിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ലാൽ. അപ്പോൾ അതെ, കുറേ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഗൾഫിലൊക്കെ പോയിട്ട് എന്നാ തിരിച്ചു വരാം? ഞാൻ വല്ലാണ്ട് വൈകൂല, വൈഫ് പ്രഗ്നന്റ് ആയതുകൊണ്ട് ഡെലിവറി സമയത്ത് ജനുവരിയിൽ വരണം എന്നാണ് വിചാരിക്കുന്നത്. അതെ അതെ. അപ്പൊ എന്തിനപ്പോ ഞങ്ങൾ വന്ന റെജി ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു മധുരം തരാൻ വേണ്ടിട്ട്. അത് നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ കുറച്ചൊക്കെ വെച്ച് വരികയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു മധുരം എല്ലാവർക്കും തരാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പൊ ഞാൻ തരികയാണേ. അപ്പോൾ യൂട്യൂബ് ചാനലിനെ കുറിച്ച് രണ്ടു വാക്ക് പറയും എന്തെങ്കിലും. യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാനത് തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഞാൻ അതിൻ്റെ ഒരു സന്തത സഹചാരിയാണെന്ന് പറയാം. നേരിട്ടല്ലെങ്കിലും അല്ലാത്ത രീതിയിലൊക്കെ നമ്മൾ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ട്. പിന്നെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടല്ലോ, പ്രാർത്ഥന എല്ലാം ഉണ്ട് കൂടെ. ഏതായാലും കൂടുതൽ ഉയരത്തിലെത്തട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ആശംസിക്കുന്നു. ആയിക്കോട്ടെ. അപ്പം നല്ലൊരു യാത്ര, അടിപൊളിയായിട്ട് സന്തോഷത്തോടെ പോയി വാ. പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പം ഞാൻ ലാലിന് യാത്ര ആക്കട്ടെ. ബാക്കിയുള്ളവർക്കൊക്കെ നമുക്ക് മധുരം കൊടുക്കാണ്ട്. അപ്പോൾ ലാലിന് പോകാൻ നേരം വൈകും. അപ്പോൾ ലാലിന പോയി വാ. ഓരോ കൂടെ നന്ദൊക്കെ പോകുന്നുണ്ട്. നന്ദു ഇത് ലാലുവിൻ്റെ അനിയനാട്ടോ. അവൻ്റെ മാസ്ക് ഉണ്ട് അത്ര കണ്ടോട്ടെ. ഇവരൊക്കെ നമ്മൾ ഓരോ വീഡിയോക്കൊക്കെ നിന്നിട്ടുണ്ട്. അനുവിന് പിന്നെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, വീഡിയോയ്ക്ക് നിന്നാളാണ്. പിന്നെ നമ്മളെ കുട്ടച്ചനെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകും. കുട്ടച്ച നമ്മളെ പിന്നെ ഒരുപാട് വീഡിയോയ്ക്ക് നിന്നിട്ടുണ്ട്. ആ കർക്കിടക്കഞ്ഞീൻ്റെ വീഡിയോയ്ക്ക് നിന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ കൂവപ്പൊടി, അപ്പോൾ അതിൻ്റെ ആ വീഡിയോയ്ക്കൊക്കെ നിന്നിട്ടുള്ള വ്യക്തിയാണ് കുട്ടച്ച. അപ്പോൾ ഓരോക്കെ ഇനി ലാലുവിന് യാത്രയാക്കി വരട്ടെ. അതുവരെ നമുക്ക് ഇവിടെ കൂടിയ കുറച്ച് ആൾക്കാർക്ക് അവർക്കൊക്കെ മധുരം കൊടുക്കാം. ഓക്കെ. ആ, അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് ഇവിടെ. അതായത് ലാലുവിൻ്റെ വീടാണിത്. അപ്പോൾ ലാലു പോണതിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നതാണ്. ഇപ്പോൾ അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, പിന്നെ ലാലുവിൻ്റെ അമ്മ, ലാലുവിൻ്റെ വൈഫ്, എൻ്റെ ഇളയച്ചി, പിന്നെ അമ്മായി, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവിടെ പോയി, അമ്മായിയൊക്കെ മുകളിലത്തെ വീടാണ് അമ്മായിൻ്റെ. അപ്പോൾ അങ്ങോട്ട് പോകണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അമ്മായി ഏതായാലും ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ അങ്ങോട്ട് വരണം അമ്മയെ. അതെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത്തേക്ക് കൊടുക്കാം. വെൽക്കം. ഇവരൊക്കെ എല്ലാവർക്കും നിറ്റുണ്ടാവും. പിന്നെ അറിയില്ല, ഇത് ചെറിയമ്മ, ലാലുവിൻ്റെ അമ്മ, ചെറിയമ്മേനൊക്കെ അറിയുണ്ടാവും, എല്ലാവരും കണ്ടുണ്ടാവും. ഇത് അമ്മായി. ഹായ് ഹുയ്. ഇതാണ് ഇവിടെ അച്ചു, ഇതിൻ്റെ ഇളയച്ചി, ലാലുവിൻ്റെ വൈഫ്. ഇവള് ഗർഭിണിയാണ്. കുഞ്ഞാവ് അങ്ങനെ ഉണ്ട്. കുഞ്ഞാവയ്ക്കുള്ളത് കൂടി ഞാൻ തരാം. രണ്ടെണ്ണം പിടിച്ചോ. ഇനി വേണോ? ഒന്നെന്നാ
ഇളയച്ചിടാ ഒരുപാട് ഒറ്റ വീഡിയോക്ക് നിന്നിട്ടില്ല കേട്ടോ ആള്. അപ്പം എല്ലാവരും കണ്ടില്ല. പിന്നെ കുറച്ച് ആൾക്കാരോട് പരിചയപ്പെടുത്തി തരാണ്ട് എനിക്ക്. പിന്നെ ഇളയച്ചുണ്ട്, അതുപോലെ അവരൊക്കെ ജോലിക്ക് പോയതാണ്. പിന്നെ ഈ അമ്മായിൻ്റെ ഹസ്ബൻഡ് മാമ, പിന്നെ മറ്റുള്ള മക്കൾ, അവളെയൊക്കെ പരിചയപ്പെടുത്തി തരാണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ഒരാരും ഇവിടെ ഇല്ല. അവരൊക്കെ ഞാൻ വീണ്ടും ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ എവിടെ എത്തിയത്? റവീനാട്ടൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ് എത്തിയത്. അപ്പോൾ വല്യമ്മയും വല്യച്ഛനും ഉണ്ടാവും അവിടെ. വല്യമ്മേനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, 2 വീഡിയോയിലൊക്കെ നിന്നിരുന്നു. വല്യമ്മ വരി. ഇത് പരിപാടിയൊക്കെ ഉണ്ട്. ഇതൊരു മധുരം കൊണ്ടിങ്ങനെ വന്നതാ ഞങ്ങള്. ഇതേ നമ്മളെ യൂട്യൂബ് ചാനൽ അടിപൊളിയാക്കി വരികയാണല്ലോ, അപ്പൊ ഇതൊരു മധുരം. വല്യച്ഛൻ, അച്ഛൻ്റെ ഏട്ടൻ, ഇത് വല്യമ്മ. ഈ വല്യമ്മേനെ നിങ്ങൾക്ക് എല്ലാവർക്കും നിശ്ചയുണ്ടാവും. നമ്മളെ കൂടെ 2 വീഡിയോ ഒക്കെ നിന്ന്, ഞാൻ നൂഡിൽസിന്റെ വീഡിയോ ഒക്കെ നിന്ന് തകർത്ത ആളാണ്. അപ്പൊ അങ്ങനെയാണ്. ഇനി പിന്നെ ബാബു ഇവിടെ വരെ മോനാണ് കേട്ടോ, പണിക്ക് പോയതാ. ഞാൻ വന്നിട്ട് കൊടുക്കണേ കേട്ടോ. നമുക്കിപ്പോ ഈ വീഡിയോയിൽ എല്ലാരും കൂടി ഒന്നും ഉൾപ്പെടുത്താൻ കഴിയില്ലല്ലോ, ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കവർ ചെയ്ത് പോരുകയാണ്. ഇനി ഇവരെ മോളുണ്ട്, പിന്നെ മിൻചേച്ചി, അത് താഴെ വീടാണ്, നമുക്ക് അങ്ങോട്ടും കൂടി പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മിൻചേച്ചിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ വല്യമ്മേൻ്റെ മോള്. അപ്പോൾ നമുക്ക് കോണിമേൽ അടിച്ചു നോക്കാം. അവിടെ മിൻചേച്ചി മാത്രമേ ഉണ്ടാവുള്ളൂ, മക്കളുണ്ടായിരുന്നു, അവരൊക്കെ കല്യാണം കഴിച്ചെടുത്തു. ഇല്ലേ ഹലോ. ഞാൻ വിചാരിച്ചു നിങ്ങൾ വാതിലുറക്കാൻ നേരെ വയ്ക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഇല്ല. ഇതിപ്പോ ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് മിൻചേച്ചിട്ടാ, വല്യച്ഛൻ്റെ വല്യമ്മേൻ്റെ മോള്. അപ്പോൾ എന്താ വർത്താനം? ഇതെന്താ അറിയോ, നമ്മളെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ അടിപൊളിയായി വരികയാണല്ലോ, അപ്പം എൻ്റെ ഒരു മധുരം തരാൻ വേണ്ടിയത്. അപ്പോൾ ചേച്ചിക്ക് 2 കുട്ടികളാണ്, അമ്മു മോളിന്ന് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ അമ്മു ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അമ്മുവിനോടും മോളിനോടും അവരെ കെട്ടിയന്മാരോടും ഒക്കെ നമ്മൾ ഈ വീഡിയോ കൂടെ നല്ലൊരു ഹായ് കൊടുത്താണ്. മക്കളെല്ലാരും കാണണ്ടാവും വീഡിയോ ഒക്കെ. കാണും, മക്കള് കാണലുണ്ടേ. എന്നാ പോട്ടെ. ഓ ശരി. ചായ കുടിച്ചിട്ട് പോവടാ. എന്നാ പോയിട്ടാ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളെ തറവാട് വീട് കേട്ടോ. തറവാട് മീൻസ് വിനാട്ടൻ്റെ അച്ഛൻ്റെ ഒക്കെ തറവാട്. അപ്പോൾ ഈ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചത് ഇവിടെ വെച്ചിട്ട് പാട്ടൊക്കെ കഴിക്കലുണ്ട്. അതായത് നാഗത്താൻ പാട്ട് എന്ന് പറയും. അറിയുന്ന ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്ക് കോണിംഗ് ബെല്ല് അടിച്ചു നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ പാലം വെള്ളേരി എന്ന് പറഞ്ഞൊരു സംഭവം, അതും കഴിക്കൽ ഈ വീടിൻ്റെ മുറ്റത്ത് വെച്ചിട്ടാണ്. നമുക്ക് കോണിംഗ് ബെല്ല് ഇട്ട് നോക്കാം. ഇവിടെ ഉള്ളത് വിനാട്ടൻ്റെ ചെറിയച്ഛനും ചെറിയമ്മയാണേ. കിട്ടുച്ചാ, ഞങ്ങളൊരു സർപ്രൈസ് കൊണ്ട് വന്നതാണ്. ഇത് വിനാട്ടൻ്റെ ഞങ്ങളാ വിളിച്ച് പറയാതെ വന്നതാണ്. അപ്പോൾ അവർക്ക് അപ്രതീക്ഷിതമായിട്ട് ഇത് ചെറിയച്ഛനാണ് കേട്ടോ, വിനാട്ടൻ്റെ അച്ഛൻ്റെ ചെറിയ അനിയൻ. ചെറിയ വാ. ഇത് ചെറിയമ്മ. ഇതാണ് മനു. അപ്പോൾ ഞങ്ങളേ കയറട്ടോ. ഒരൊക്കെ ആകെ അന്തമുണ്ട്, എന്നോട് കയറാൻ പോലും പറയാൻ മറന്നു ചെറിയമ്മ. കാരണം ആകെ ഞങ്ങൾ കുറച്ച് നേരമായി അവിടെ നിൽക്കണു. അതെന്താ അറിയോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. വിളിച്ച് പറയാതെ നിങ്ങളെ ഈ ഒരു സർപ്രൈസ് മൊമെന്റ് കാണാൻ കഴിയില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വിളിച്ച് പറയാതെ വന്നേ. അപ്പം കയറിയിരിക്കാം. പിന്നെ ഇപ്പോൾ വന്ന കാര്യം ആദ്യം തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ മെച്ചപ്പെട്ട് വരികയാണല്ലോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ചെറിയൊരു മധുരം കൊണ്ടുവന്ന് തരാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ വന്നാണ്. താങ്ക് യു. ചെറിയമ്മ കൈ പിടിച്ചോളി. കാരണം കുട്ടിച്ചക്ക് ചെറിയൊരു ഷുഗറിൻ്റെ ഇതുണ്ടായതുകൊണ്ടാണ് കുട്ടിച്ച ചെറിയൊരു കഷ്ണം തിന്നോണ്ട്. ഇപ്പൊ ചെറിയ രീതിയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വീട്ടിൽ ആരൊക്കെ ഉള്ളത് പറഞ്ഞുതരാം. ചെറിയച്ഛനും ചെറിയമ്മയ്ക്ക് 2 കുട്ടികളാണ്. കുട്ടനെ അവിടെ പോയി. അവൻ എറണാകുളത്താണ്. ഒന്ന് പറഞ്ഞെടുക്കേ നോക്കണ്ടേ. അവിടേക്ക് അങ്ങനെ പറഞ്ഞെടുക്കുന്നാലും എറണാകുളത്ത് കൊച്ചിൻ റിഫൈനറിയിൽ വർക്ക് ചെയ്യാണ്. മോളെ കല്യാണം കഴിച്ച് ഇരുമ്പുഴിക്ക്. ഒക്കെ 2 മക്കള്, ഭർത്താവ് ഹൈസ്കൂൾ അധ്യാപകനാണ്. അങ്ങനെയൊക്കെയാണ് ഇവരെ കുടുംബം. സന്തോഷമായി. ഒരുപാട് സന്തോഷം. മനുവിനെ ചെറിയ കുട്ടിയാകുമ്പോ കണ്ടതാ. ആണല്ലേ. മനുവിനോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഏതാ വഴി ചിലപ്പോ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ കുടിക്കാൻ എന്ത് എടുക്കണ്ടേ? കുടിക്കാനൊക്കെ എടുക്കാം. ആദ്യം ഒന്ന് റെഡി ആവട്ടെ.
അപ്പൊ ഒരു പ്രതീക്ഷ ഉണ്ട്, കാരണം വാതിലിങ്ങനെ തുറന്നിട്ട് ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. അപ്പൊ ഉണ്ടോ ഇല്ലയെന്ന് വിളിച്ചിട്ട് പറയാറുമ്പോ നമ്മള് ഈ ഒരു അപ്രതീക്ഷ. അടുക്കളേന്റെ ജനലിന്റെ ഉള്ളിൽ കൂടെ കാണുന്നുണ്ട്. എന്താ ഇപ്പൊ ഇത് എനിക്ക് മനസ്സിലായില്ല. ഇന്നെ മനസ്സിലായിണ്ടാവില്ല. കണ്ടില്ല. ഞാൻ മനുവിനെ കണ്ടോ ഇങ്ങനെ ക്യാമറ പിടിച്ച് വരുന്നേ. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ട് ഇപ്പൊ എന്തോ ഒരു സർവേ എടുക്കാൻ വരും. സർവേ ആണെന്ന് തന്നെ വിചാരിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ എന്നാ അപ്പുറത്ത് കണ്ടോ? അന്ന് ഞങ്ങൾ മെല്ലെ അങ്ങോട്ട് ഗീത പോയി. ഗീത ചെടിക്ക് പോയി. ഗീത ഇന്നൊരു കല്യാണം ഉണ്ടോ അവിടെ? മക്കളൊക്കെ കൊണ്ടുപോയോ? ഇല്ല, മക്കളുണ്ട്. ആ മതി, നിങ്ങൾ അവിടെ പോയിട്ട് വരാം, എന്നിട്ട് നമുക്ക് എന്തേ കുടിക്കട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മള് ചെറിയച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് വിനാടൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ കേട്ടോ പോണേ. അപ്പോൾ ഇതിലിങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ പോയി വെക്കാം. അപ്പോൾ അവിടെയും ചെരുപ്പുകളൊക്കെ കുറച്ചെണ്ണം കാണുന്നുണ്ട്. ആരൊക്കെ ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല, പോയി നോക്കാം. ഹലോ, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി. അപ്പം ഈ വരുന്നത് ആരാ വെച്ചാൽ വിനാടൻ്റെ അച്ഛൻ്റെ ഏട്ടനാണ് കേട്ടോ. എവിടെ വല്യമ്മയുടെ? അവിടെ ഇല്ല, ഇവിടെ ഉണ്ട് പറഞ്ഞ്. വല്യമ്മായി എങ്ങോട്ട് പോയത്? അപ്പം ഞങ്ങൾ എന്തിനാ വന്നറിയോ? നമ്മളെ യൂട്യൂബ് ചാനൽ ചെറിയ രീതിയിൽ ഇങ്ങനെ വളർന്ന് വലുതായി വരികയാണ്. അപ്പം അതിനൊരു മധുരം എന്നുള്ള രീതിയിൽ ഒറ്റ തമ്പുരാനാണ്. അപ്പം അത് തരാൻ വേണ്ടി ഇങ്ങനെ വന്നതാ. അമ്മയുടെ വല്യമ്മയുടെ അതിനാണ് എനിക്ക് കാണുന്നുണ്ട്. നമ്മളെ വീഡിയോകൾക്കൊക്കെ നല്ല അടിപൊളി ഇവിടെ ഉണ്ടായിരുന്നോ? എന്നാലും നമുക്ക് കാണണമല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, വല്യമ്മ അപ്പുറത്തെ വീട്ടിലേക്ക് എവിടേക്കാണ് പോയതെന്നാണ് വല്യച്ഛൻ പറഞ്ഞത്. അപ്പോൾ വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, വല്യമ്മ വരുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലേക്ക് പോയതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പം വരുന്നുണ്ട്. നമുക്ക് ആളെ ഇതാക്കാം. ഞങ്ങൾ കിട്ടുന്നത് ഇതിക്ക് നോക്കിയാ നിങ്ങൾ ക്യാമറയ്ക്ക് നോക്കണ്ട. ഇതെന്തിനാ ഇത്? എനക്കെന്തിനാ പറ? പൈസ ഇട്ടിട്ടോ? ആ, പൈസ ഇട്ടിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ആളെ ഞാൻ മടിയൊക്കെ മാറ്റി മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ചോദിച്ചേക്കാം. ഇപ്പൊ വല്യമ്മ, വീഡിയോ ഒക്കെ ഇഷ്ടമാണ്? ഇഷ്ടമാണ്. അതെ, എല്ലാ വീഡിയോയും കാണലുണ്ട്. എല്ലാ വീഡിയോയും കാണലുണ്ട്. എന്റെ സംസാരം നല്ല ഇഷ്ടപ്പെട്ടു. വീഡിയോ കാണുമ്പോ അതിന് കൂടെ കമന്ററി ഇങ്ങനെ പറയും. അതിലിങ്ങനെ തീറ്റയും പറയും കുറെ. അതെ, ഈ പണ്ടാറത്ത് പറയൂ. അതിന് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ മടി മാറിയില്ലേ? മാറി. ഇതെന്താ വെച്ചാൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോ ആർക്കായാലും ഉണ്ടാവുമല്ലോ ആ ഒരു ഇത്, അതിന്റെ ഒരു പേരിലാണ് ഇങ്ങനെ വന്നേ. ഇവിടെ കാണുന്നില്ല. നീനുട്ടിയേ, ഇവിടെ വാ. ചേച്ചിയുടെ ചേച്ചിയുടെ വിളിക്ക്. ഇതാരറിയാ? ഇത് വല്യച്ഛൻ്റെ ഇപ്പം നേരത്തെ കാണിച്ചെന്നില്ല, വല്യച്ഛൻ്റെ മകളെ കുട്ടിയാണിത്. അല്ല, മകൻ്റെ കുട്ടിയാണ് കേട്ടോ, നീതു. ഇവൾക്കൊരു ചേച്ചി ഉണ്ട്. പിന്നെ ചേച്ചിയുടെ പറഞ്ഞ് കുളിക്കുക. അയ്യോ, ചേച്ചി കുളിക്കുകയാണ് പറഞ്ഞു. അമ്മയുടെ പോയി? കല്യാണത്തിന്. അച്ഛനാ? അച്ഛൻ പഠിക്കേ. അപ്പം ഞങ്ങൾ എന്തിനാ വന്നറിയോ? ഇത് മധുരം തരാൻ വേണ്ടി വന്നാട്ടോ. ഇത് എന്തിൻ്റെ അറിയോ? നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ചെറിയൊരു മധുരങ്ങൾ ഞങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം അതിനുള്ള തരാൻ വന്നാണ് കേട്ടോ. അപ്പം അമ്മേനെയും അച്ഛനെയും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ചേച്ചി ഇപ്പം കുളിച്ചിറങ്ങുമോ? ഇപ്പം ഫ്രണ്ട്സ്, നീതുട്ടീൻ്റെ ചേച്ചി കുളിയൊക്കെ കഴിഞ്ഞത് ആ സുന്ദരിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. വാ വാ വാ, ഇവിടെ ഇറങ്ങി വാ. ഇതാണ് നീനുട്ടി. ശരിക്കുള്ള പേരൊക്കെ ഒന്ന് പറഞ്ഞെടുത്താ? ശരിക്കുള്ള പേര് അനർഗ. ഞാനിപ്പോൾ +2 പഠിക്കുന്നത്. മഞ്ചേരിയാണ്. അത്രയൊക്കെയുള്ളൂ. അപ്പം ഞങ്ങൾ എന്തിനാ വന്നറിയോ? മധുരം തരാൻ. ലഡൊക്കെ കണ്ട് നടത്തോ? ഇഷ്ടല്ലേ? അപ്പം നമ്മൾ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പോവാൻ. നീതുട്ടിയെ പോട്ടെ, ടാറ്റാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പോകാൻ ഉദ്ദേശിച്ച വീടുകളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ടൂറിൻ്റെ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു കുറേ എപ്പിസോഡുകളായിട്ടാണല്ലോ ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അവിടേക്കൊക്കെ അപ്രതീക്ഷിതമായിട്ട് പോയതുകൊണ്ട് കുറേ ആൾക്കാർ നമ്മൾ കാണാത്തതുണ്ട്. അപ്പോൾ ഓരൊക്കെ ഞങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെന്താ പറയുക വെച്ചാൽ, നമ്മളെ ഈ ഒരു വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വേറെ വെറൈറ്റി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.